ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ എന്തിനാണ് എന്നെ വിമർശിക്കുന്നത്? ഞാനല്ലേ BJPയെ ശക്തിയായി പോരാടുന്നത്. താങ്കൾ എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും BJPയെയും വിമർശിക്കാത്തത്? ഇന്ത്യയിൽ മോഡിയെ വിമർശിക്കുന്ന, കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്ന എല്ലാ ഭരണകൂടങ്ങളെയും അവർ വേട്ടയാടുകയാണ്. രണ്ട് മുഖ്യമന്ത്രിമാരും ജയിലിലാണ്. താങ്കൾക്ക് ഒരു നോട്ടീസ് പോലും ഇന്നവരെ ഒരു കേന്ദ്ര ഏജൻസി കൊടുത്തിട്ടില്ല. അത് ശരിയല്ലേ? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുമല്ലേ? ലൈഫ് മിഷന്റെ കോഴക്കേസിൽ മുഖ്യമന്ത്രിയല്ലേ അതിന്റെ ചെയർമാൻ. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ചോദ്യം ചെയ്യാനും പറഞ്ഞിട്ടില്ല. ഒരു മൊഴിയെടുക്കണ്ടേ? ചെയർമാനല്ലേ ലൈഫ് മിഷന്റെ, മൊഴിയെടുക്കണ്ടേ? ഒരു മൊഴി എന്താണ് പറയാനുള്ളതെന്ന് അതുപോലെ ചെയ്തിട്ടില്ല. എന്താ SNC ലാവലിൻ കേസ് 6.5 കൊല്ലമായിട്ട് 60 പ്രാവശ്യം മാറ്റിവെച്ച് CBIയുടെ വക്കീല് ഹാജരാവൂല, കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീല് ഹാജരാവൂല. എന്താണത്? അതല്ലേ ചോദ്യം. അപ്പോ മോഡി ഈ കേന്ദ്ര ഏജൻസികൾക്ക് കേരളത്തിൽ വരുമ്പോൾ മൃദു സമീപനമാണ്. കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ അവരെ എതിർക്കുന്നവരുള്ള സംസ്ഥാനങ്ങളിൽ അവരവരെ വേട്ടയാടുകയാണ്. ഇപ്പൊ നിങ്ങൾ തമിഴ്നാട് നോക്ക്, പിണറായി വിജയൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡാണ് സ്റ്റാലിൻ എടുത്തിരിക്കുന്നത്. അവിടെ അവരുടെ പുറകെയാണ്. ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രസംഗം കേട്ടാണ്, ഞാൻ കണ്ടില്ല. ഏത് പേരാ അതെനിക്ക് മനസ്സിലായില്ല. അതെന്റെ ഉദ്ദേശിച്ചത് എന്താ? അത് BJPയുടെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു 2014. രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രി അത് വിളിക്കി. കാരണം BJP അദ്ദേഹത്തെ കളിയാക്കി പരിഹസിച്ച് വിളിക്കുന്ന പേരാണ്. ഇപ്പൊ പിണറായി വിജയൻ മോഡിയുടെ തോളിൽ കൈയിട്ടിട്ട് രാഹുൽ ഗാന്ധി അത് വിളിക്കട്ടെ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അദ്ദേഹം ആരാണെന്ന്. അദ്ദേഹം മോഡിയുടെ മൗത്ത് പീസാണെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. മോഡിയുടെ മൗത്ത് പീസാണ്. അദ്ദേഹത്തിന്റെ ശത്രു രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ 35 ദിവസമായിട്ട് കാണിക്കുന്നത്. അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ലേ കേരളത്തിലെ ആളുകൾ? ഞാൻ ചോദിക്കുന്നു, വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി. ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ്. എന്താണ് ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ്? കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, എന്ത് മുന്നണി? അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവനുണ്ട്. കോൺഗ്രസാണ് എല്ലാവരുടെയും പ്രതീക്ഷ. രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ്. വിട്ടുവീഴ്ചയില്ലാത്ത പോരാടുന്ന ഒരാൾ. അപ്പൊ പറയണം, BJP ഏറ്റവും കൂടുതൽ രാജ്യത്ത് എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. എല്ലായിടത്തും BJPയുടെ കേന്ദ്രമന്ത്രിമാർ, നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ എല്ലാവരും അധിക്ഷേപിക്കുന്നത്. അവരെ കടത്തിവെട്ടാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്.